മച്ചന്മാരെ, വെൽക്കം ടു ജോ വ്ലോഗ്സ്. അപ്പോൾ നമ്മളൊരു അടിപൊളി സാധനം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്. അപ്പം എന്താ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കുക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിവേ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ ബേസിക്കലി ഞങ്ങൾ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകാൻ നേരം എല്ലാവരും എന്താ പറയുന്നത്, കാർബൺ ഗ്രാഫൈറ്റ് റാക്കറ്റ് മേടിക്കുന്ന ആൾക്കാരാണ്. അലൂമിനിയം ഫ്രെയിമിനോട് ആർക്കും താല്പര്യമില്ല. അപ്പം ഇനി ഞാൻ ഫ്ലിപ്കാർട്ടിൽ കയറി തപ്പിയപ്പോഴത്തേക്കും നമ്മുടെ കാർബൺ ഗ്രാഫൈറ്റ് റാക്കറ്റ് കണ്ടു, അഡ്രിനെക്സ് എന്ന് പറഞ്ഞിട്ട്. 799 രൂപയാണ്, 1375 രൂപയാണ് MRP. 799 രൂപയാണ് അവിടെ സ്പെഷ്യൽ പ്രൈസിൽ കിടന്നതാണ്. അപ്പം കാർബൺ ഗ്രാഫൈറ്റ് അത്രയും കുറഞ്ഞ വിലയ്ക്ക് കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, യോനെക്സും ബ്ലീനിങ്ങും അല്ലെങ്കിൽ ആഷ്വയും ഒന്നും കിട്ടത്തില്ല നമുക്ക്. അപ്പോൾ എനിവേ അഡ്രിനെക്സ് R501 അവരുടെ ഫ്ലിപ്കാർട്ടിന്റെ സ്വന്തം റാക്കറ്റാണ്. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. അത് സംഭവം ഒന്ന് പൊടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പം ഇതാണ് ഇവിടെ വന്ന പാക്കേജിങ്. സോ ഇതൊന്ന് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഒക്കെ പറഞ്ഞത് നല്ല പാക്കേജിങ് ആണെന്ന് തോന്നി. നോക്കട്ടെ എങ്ങനെയാണെന്ന്. ഇത് മറ്റേ ബ്ലൂ ബ്ലാക്ക് കളറാണ്. അപ്പോൾ സംഭവം വന്നത് ഇതൊരു കവറാണ്, പക്ഷെ നോ കവർ എന്നാണ് ഇത് എഴുതിയിരുന്നത്. എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഇതിനകത്ത് ഫുൾ ഗ്രാഫൈറ്റ്, പിന്നെ നമ്മുടെ ഷിപ്പിംഗ് അഡ്രസ്, അതൊക്കെ മാത്രമേ ഉള്ളൂ. നോ കവർ മാറ്റി. അപ്പോൾ ഇതാണ് ഇത് വന്ന പാക്കേജിങ്. അതിൽ 1375 രൂപയാണ് ഒരു MRP ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, 1375 രൂപയാണ് MRP ഇട്ടേക്കുന്നത്. അപ്പോൾ ഒന്ന് തുറന്നു നോക്കാം എങ്ങനെയുണ്ടെന്ന്. പറയാൻ പറ്റത്തില്ല. നല്ല കവറാണ് കേട്ടോ, ഗ്രേ കവർ. ഓ നല്ല ലൈറ്റ് വെയിറ്റ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ഐസോമെട്രിക് ലൈറ്റ് 3 ആണ്. അത്യാവശ്യം ഒരു 20-21 LBS ടെൻഷനുണ്ട്. ഇതിന്റെ മാക്സിമം ടെൻഷൻ 26 to 28 ആണ്. ഇത് G3 ഗ്രിപ്പാണ്. അപ്പോൾ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ബാഡ്മിൻ്റൺ കോർട്ടിൽ 2-3 സ്മാഷ് ഒക്കെ അടിച്ചു നോക്കിയിട്ട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി പറയാം. അപ്പം നമ്മളിത് കമ്പയർ ചെയ്യാൻ പോകുന്നത് കൂടിയ റാക്കറ്റുമായിട്ടൊന്നുമല്ല, നമ്മുടെ യോനെക്സ് മസിൽ പവറുമായിട്ടും ആ ഒരു റേഞ്ചിലുള്ള റാക്കറ്റുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. പിന്നെ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പം ഞങ്ങളുടെ അവിടെ കളിക്കുന്നിടത്ത് നമ്മുടെ അപ്പാക്സിന്റെ സിഗ്ലറും ഉണ്ട്. അപ്പം ഇതൊന്ന് കളിച്ചു നോക്കി നമുക്ക് കറക്റ്റ് അറിയാം. ഫസ്റ്റ് ലുക്ക്, ഫസ്റ്റ് ഇംപ്രഷൻസ് ലുക്സ് ഗുഡ്, ഗ്രേറ്റ് റാക്കറ്റ്സ്, ഇൻബിൽറ്റ് ടീ ജോയിന്റ് ആണ്. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. ഐസോമെട്രിക് ആണ്, ഈവൻ ബാലൻസ് സിസ്റ്റമാണ്. അപ്പോൾ ഹെഡ് വെയിറ്റ് ഇല്ല റാക്കറ്റിന്. കൊള്ളാം. അപ്പോൾ ഇനി നമുക്ക് കോർട്ടിൽ കാണാം. അപ്പോൾ ചെറുതായി നമ്മൾ കോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ സ്ഥിരം കളിക്കുന്ന കോട്ട്. അപ്പം നമ്മുടെ അഡ്രിനെക്സും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇവിടുത്തെ ഏറ്റവും നല്ല സ്മാഷറും എൻ്റെ സ്വന്തം അനിയനുമായ ജിംബ്രോടെ കൊടുക്കുകയാണ്. അപ്പം എന്നാ അവൻ 2 അടിയൊക്കെ കണ്ടിട്ട് പോകാൻ എങ്ങനെയുണ്ടോ? നല്ലതാ. എങ്ങനെയുണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ? ലൈറ്റ് എങ്ങനെയുണ്ട്? നല്ല കുറവുണ്ട്. ലൈറ്റ് നല്ല ലൈറ്റ്. അപ്പം പുള്ളി അടിപൊളിയായിട്ട് സ്മാഷ് അടിക്കുന്നത്. ഇത് നമുക്ക് ഒരു 18-20 ഇതിൻ്റെ ബേസിക്കലി ഇപ്പം വന്നേക്കുന്ന ഗട്ട് മാറ്റേണ്ടി വരും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ. അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഫീല്. അപ്പോൾ ഇവനൊന്ന് 2 അടിയൊക്കെ അടിച്ചിട്ട് എങ്ങനെയുണ്ടെന്നും ഇവൻ്റെ അടുത്ത് തന്നെ നമുക്ക് റിവ്യൂ ചെയ്യാമേ.
ആണോ ഇത് ബെറ്റർ ആയിട്ട് അഡ്വാൻസ് ഈവൻ ഹെഡ് വെയിറ്റ് കുറവല്ലേ അപ്പോൾ വെച്ചാൽ നമ്മൾ മസിൽ പവറൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അഡ്രിനാക്സുമായിട്ട് പോവുക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കൂടിയ റാക്കറ്റാണ് നോക്കുന്നതുകൊണ്ട് സിഗ്നർ നല്ല റാക്കറ്റാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ജോളോ. അപ്പോൾ പിന്നെ കാണുന്നത് സീ ലേറ്റർ.